എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമുക്കറിയാം ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 നോട്ടിഫിക്കേഷനോടൊപ്പം തന്നെ കൺഫർമേഷനും വന്നിരിക്കുക. നമുക്കറിയാം 611/2024 ആയിരുന്നു, 611/2024 ആയിരുന്നു നോട്ടിഫിക്കേഷൻ നമ്പർ. നോട്ടിഫിക്കേഷൻ വന്നു, അതിന് തൊട്ടു പുറകെ തന്നെ കൺഫർമേഷനും എക്സാം ഡേറ്റൂടെ വന്നിരിക്കുക. പതുക്കെ പഠിച്ചു തുടങ്ങാന്നൊക്കെ വിചാരിച്ചിരുന്ന ഒട്ടനവധി ആളുകളുണ്ട് അല്ലെ. പഠനം നമുക്കൊരു 6 മാസം പരീക്ഷയ്ക്ക് കിട്ടുമല്ലോ, ആ ഒരു 6 മാസം കൊണ്ട് നമുക്ക് കവർ ചെയ്ത് എടുക്കാന്നൊക്കെ വിചാരിച്ചിരുന്ന ഒട്ടനവധി ഉദ്യോഗാർത്ഥികളുണ്ട്. അവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അതിന്റെ കൺഫർമേഷനും വന്ന് എക്സാം ഡേറ്റും വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇനി വളരെ തുച്ഛമായ ദിവസമാണുള്ളത്, വളരെ 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 തുച്ഛമായ ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വളരെ തുച്ഛമായ ദിവസം കൊണ്ട് നമുക്ക് പഠനം തുടങ്ങണം. പഠനം തുടരാത്തവർക്ക് പഠനം തുടങ്ങണം. പഠനം കൃത്യമായിട്ട് കൊണ്ടുപോകുന്നവർക്ക് ഒരു ടോപ്പ് ഗിയറിലായിട്ടുള്ള ഒരു പഠനവും ആവശ്യമാണ്. നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്ക് വേഗത കൂട്ടേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി മാസ്റ്റർ കെ അക്കാഡമി ഒരു 50 ദിവസത്തെ സ്റ്റഡി പ്ലാനുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. കൃത്യമായി 50 ദിവസം കൊണ്ട് സിലബസ് കവർ ചെയ്യാം. സിലബസ് കവർ ചെയ്യുന്ന മാത്രമല്ല നമ്മുടെ ഉദ്ദേശം. സിലബസ് കവർ ചെയ്ത് മാക്സിമം പരീക്ഷകൾ നടത്തി മോഡൽ എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്ത് 50 ദിവസം കൊണ്ട് നമുക്ക് സെറ്റ് ആവാൻ പറ്റും. അത് പഠനം ആരംഭിക്കാത്തവരാവട്ടെ, പഠിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാവട്ടെ, പഠനം ആരംഭിക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവരാവട്ടെ, ആർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ ഈ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് പരീക്ഷയിൽ മുന്നിലെത്താൻ കഴിയും. അത് ഞങ്ങളുടെ വാഗ്ദാനമാണ്, ഞങ്ങളുടെ ഉറപ്പാണ്. ഓക്കെ, ഈ ഉറപ്പ് പാലിക്കണമെങ്കിൽ മാസ്റ്റർ കെ അക്കാഡമിയുടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി മാത്രം പോരാ, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ആ രീതിയിൽ പഠിപ്പിച്ചാൽ മാത്രം പോരാ. നിങ്ങളും അതിന് ആനുപാതികമായി, അല്ലെ, നമ്മൾ പറയത്തില്ലേ താൻ പാതി ദൈവം പാതി എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മളും അതിന്റെ മാക്സിമം എഫർട്ട് ഇടുമ്പോഴാണ് ഒരു റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, നമ്മുടെ ഗൈഡൻസിന് നമ്മളെ ഒന്ന് നിശ്ചലമാവുമ്പോൾ തള്ളിത്തരാൻ, പുറകെ നിന്ന് തള്ളിത്തരാൻ, ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ, അതിനൊക്കെ ഞങ്ങളുണ്ടാവും. ഓക്കെ, കൃത്യമായി നിങ്ങൾക്ക് സിലബസ് പ്രകാരം വേണ്ട മെറ്റീരിയൽസ് ആയിക്കോട്ടെ, എക്സാമുകൾ ആയിക്കോട്ടെ, എന്തിനും മാസ്റ്റർ കെ അക്കാഡമിയുടെ ടീം റെഡിയാണ്. പക്ഷെ നിങ്ങളും കൂടി അതിനോടൊപ്പം പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ കഴിയൂ. ഓക്കെ, നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വിജയത്തിന് കുറുക്കു വഴികളില്ല. ഒറ്റ വഴിയേ ഉള്ളൂ, നേരായ മാർഗം മാത്രമേ ഉള്ളൂ. നമുക്ക് കുറുക്കു വഴിയില്ല വിജയത്തിലെത്താൻ. മത്സര പരീക്ഷകളിൽ നമുക്ക് അങ്ങനെ ഒരു സംഭവം ചിന്തിക്കുകയേ വേണ്ട. നമ്മള് നേരായ മാർഗത്തിൽ പഠിച്ച് നമ്മള് മുൻ റാങ്കിൽ, ആദ്യത്തെ റാങ്കുകളിൽ എത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടിയാണ് നമുക്കറിയാം ഒരു കൃത്യമായ ഒരു സിലബസ് കേരള PSC തന്നിട്ടുണ്ട്. 10 മൊഡ്യൂൾസ് അടങ്ങുന്ന ഒരു സിലബസ്. 10 മൊഡ്യൂളിൽ നിന്ന് 10 മാർക്ക് വെച്ച് 100 മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പരീക്ഷയാണ് വരാൻ പോകുന്നത്. ഓക്കെ, ആദ്യമായിട്ട് PSC പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ ഉണ്ടാവും, ആദ്യമായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്നവരുണ്ടാവും. അവർക്കൊന്നും ആശങ്ക വേണ്ട. നിങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുള്ളൊരു ചിന്ത വേണ്ട, അത് അവിടെ അവസാനിപ്പിക്കുക. ഓക്കെ, നാളെ മുതൽ പഠനം ആരംഭിക്കും. നമുക്ക് കൃത്യമായി ഓരോ വീക്കിലും ഓരോ ദിവസവും കൃത്യമായിട്ട് എന്താ പഠിക്കേണ്ടതെന്ന് നോക്കാം, അത് പ്രകാരം പഠിക്കാം. അന്ന് ഈവനിങ് അതിന്റെ എക്സാം എഴുതാം. എക്സാമിന് നമുക്ക് അൺലിമിറ്റഡ് അറ്റംപ്റ്റ് എക്സാം, നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും എഴുതാം. ഒരേ എക്സാം 100 തവണ വേണമെങ്കിലും എഴുതാം. ഓക്കെ, അപ്പോ ഓരോ തവണ നിങ്ങൾ എക്സാം എഴുതുമ്പോഴും മാർക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കണം, കുറയാൻ പാടില്ല. ആദ്യം എഴുതിയ പരീക്ഷയിൽ നിന്ന് കുറയാൻ പാടില്ല ഒരു മാർക്ക് പോലും. ആ രീതിയിൽ കൂടിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിച്ച് 50 ദിവസം കൊണ്ട് നമ്മൾ മോഡൽ എക്സാമുകൾ അടക്കം എഴുതി പരീക്ഷയ്ക്ക് സജ്ജമാവും. നമുക്കറിയാം 10 മൊഡ്യൂൾസ് ആണെന്ന് ഞാൻ പറഞ്ഞു. 10 മൊഡ്യൂളാണ്. ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 ഇൻ ഹെൽത്ത് സർവീസസ്. നമുക്കറിയാം 10 മൊഡ്യൂളാ. അതിൽ ആദ്യത്തെ മൊഡ്യൂൾ ഏതാ? അനാട്ടമി ആൻഡ് ഫിസിയോളജി. 10 മാർക്കിന് ചോദിക്കും. അനാട്ടമി ആൻഡ് ഫിസിയോളജി മൊഡ്യൂൾ 1 10 മാർക്ക്. രണ്ടാമത്തെ മൊഡ്യൂൾ ന്യൂട്രീഷൻ, ഹൈജീൻ, ബേസിക് ഫാർമക്കോളജി ആൻഡ് ബേസിക് മൈക്രോബയോളജി 10 മാർക്ക്. നമുക്ക് പുതിയതായിട്ട് വലുതായിട്ട് ഒന്നും പഠിക്കാൻ, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ പൊടി തട്ടിയെടുക്കാം, എടുത്ത് നമുക്ക് ആ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. നിങ്ങൾക്കിപ്പോ ഒരു 50 ദിവസം ഈ പരീക്ഷയുടെ പുറകിൽ, ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവര് ഈ പരീക്ഷയുടെ പുറകിൽ ഒരു 50 ദിവസം ഇരുന്ന് കഷ്ടപ്പെട്ട് നോക്കി, നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാവും, ഉറപ്പാ. നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയിരിക്കും.
നമ്മളുടെ ഒരു നല്ല ജീവിതത്തിന് വേണ്ടി, നമ്മളുടെ ഒരു നല്ല ഭാവിക്ക് വേണ്ടി ഒരു 50 ദിവസം നിങ്ങളൊന്ന് കഷ്ടപ്പെടാൻ വേണ്ടി ഒന്ന് തീരുമാനിക്കൂ. മനസ്സുകൊണ്ടൊന്ന് തീരുമാനിച്ചേ. എന്നിട്ട് നമ്മുടെ സമയം അനാവശ്യമായിട്ട് കളയുന്ന ഈ സോഷ്യൽ മീഡിയകളൊക്കെ ഒരു 50 ദിവസത്തേക്ക് ഒന്ന് മാറ്റിവെച്ചേ. ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്കറിയാം, നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിടത്ത് ഇരുന്ന് അത് നോക്കിക്കഴിഞ്ഞാൽ അവിടുന്ന് എഴുന്നേക്കത്തില്ല. അപ്പൊ ആ രീതി നമ്മളെ പിടിച്ചിരുത്തുന്ന നവമാധ്യമങ്ങൾ ഇൻസ്റ്റാഗ്രാം അടക്കമുണ്ട്. അപ്പൊ എല്ലാവരും ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു 50 ദിവസത്തേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ഒരു 50 ദിവസം ഒന്ന് ഡൊണേറ്റ് ചെയ്തേ. നിങ്ങൾക്ക് മാറ്റം നിങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഓക്കെ, ഒരു 50 ദിവസം മതി. ഈ 50 ദിവസം ഇതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് അത് കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാം. പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഈ 50 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഉപയോഗിച്ചോ. പക്ഷെ അതുവരെ ഈ 50 ദിവസം ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഒന്ന് ആത്മാർത്ഥമായിട്ട് ഇരുന്നേ. നിങ്ങൾക്ക് വിജയത്തിലെത്താൻ സാധിക്കും. കുറുക്കു വഴികളിലൂടെയല്ല, നേരായ മാർഗത്തിലൂടെ നമുക്ക് വിജയിക്കാൻ കഴിയും. ഓക്കെ, അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ്, മൂന്നാമത്തെ മൊഡ്യൂൾ, ഫസ്റ്റ് എയ്ഡ് ആൻഡ് ബേസിക് മെഡിസിൻ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് റിഹാബിലിറ്റേഷൻ, ഡിസബിലിറ്റി മാനേജ്മെന്റ്, മാർക്ക് 10. അപ്പൊ 3 മൊഡ്യൂൾ 30 മാർക്ക്. അടുത്തത് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് ആൻഡ് നാഷണൽ ഹെൽത്ത് പോളിസി, മാർക്ക് 10. അങ്ങനെ 10 മൊഡ്യൂളാ. പബ്ലിക് ഹെൽത്ത് ആൻഡ് പ്രൈമറി ഹെൽത്ത് കെയർ, ജോബ് റെസ്പോൺസിബിലിറ്റീസ്, റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ്, ഫാമിലി വെൽഫെയർ, ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പോപ്പുലേഷൻ എഡ്യൂക്കേഷൻ, മാർക്ക് 10. 6ാമത്തെ മൊഡ്യൂൾ എൻവയോൺമെന്റൽ സാനിറ്റേഷൻ ആൻഡ് പബ്ലിക് ഹെൽത്ത് പ്രോബ്ലംസ്, എൻവയോൺമെന്റൽ സാനിറ്റേഷൻ ആൻഡ് പബ്ലിക് ഹെൽത്ത് പ്രോബ്ലംസ്. 7ാമത്തത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. 8ാമത്തത് ഫണ്ടമെന്റൽസ് ഓഫ് മാനേജ്മെന്റ്, പബ്ലിക് ഹെൽത്ത് ആക്ട്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആൻഡ് പ്രോജക്ട് പ്രിപ്പറേഷൻ 8ാമത്തെ മൊഡ്യൂൾ വരുന്നുണ്ട്. 9ാമത്തെ മൊഡ്യൂളിൽ ബിഹേവിയറൽ സയൻസസ്, സോഷ്യോളജി, സൈക്കോളജി ആൻഡ് മെന്റൽ ഹെൽത്ത്. 10ാമത്തെ മൊഡ്യൂൾ നോക്കിയേ, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, പാലിയേറ്റീവ് കെയർ ആൻഡ് ജെറിയാട്രിക് ഹെൽത്ത് എന്നിവയാണ് നമുക്ക് അവസാനത്തെ ആ ഒരു മൊഡ്യൂളിൽ വരുന്നത്. അങ്ങനെ 10 മൊഡ്യൂളായിട്ട് 10 മാർക്ക് വെച്ച് 100 മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയാണ്. ഒറ്റ പരീക്ഷയുള്ളൂ. നമ്മളൊരു 50 ദിവസം ഇതിനു വേണ്ടി പുറകിലിരുന്നാൽ നമുക്ക് ക്രാക്ക് ചെയ്യാം. നമുക്കൊരു സർക്കാർ ഉദ്യോഗസ്ഥനാവാം. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ഒരു പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് നമുക്ക് ജോലിയിൽ ഈ വർഷം തന്നെ പ്രവേശിക്കാൻ കഴിയും. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ നമുക്കിനി നമ്മുടെ സ്റ്റഡി പ്ലാൻ നോക്കിയാലോ. മാസ്റ്റർ കീ അക്കാഡമിയുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ, 50 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഒന്ന് നോക്കാം. അപ്പം നമുക്ക് സ്റ്റഡി പ്ലാൻ നോക്കാം. മൊഡ്യൂൾ 1 നോക്കാം. മൊഡ്യൂൾ 1 റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, എക്സ്ക്രേറ്ററി സിസ്റ്റം, റെസിപ്രേറ്ററി സിസ്റ്റം ആണ് നമ്മൾ ഡേ 1 പഠിക്കാൻ പോകുന്നത്. ഡേ 1 നമ്മൾ പഠിക്കാൻ പോകുന്നത് മൊഡ്യൂൾ 1 ആണ്. അതിന്റെ ബാലൻസ് ആണ് ഡേ 2 മൊഡ്യൂൾ 1 തന്നെയാണ്. എൻഡോക്രൈൻ സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, നെർവസ് സിസ്റ്റം ആണ് ഡേ 2. ഡേ 3 ഉള്ളത് മൊഡ്യൂൾ 1 തന്നെയാണ്. യൂറിനറി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, സെൻസ് ഓർഗൻസ്. അപ്പോ ഡേ 4 മൊഡ്യൂൾ ആണ് സ്കെലറ്റൽ സിസ്റ്റം, CVS. അപ്പൊ നമ്മൾ ഇതെന്താ ചെയ്യണ്ടേ? നമ്മൾ ഈ 4 ഡേ കൊണ്ടൊരു മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുക. ആദ്യത്തെ മൊഡ്യൂൾ നമ്മൾ 4 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന എന്നാണോ അന്ന് തൊട്ട് നിങ്ങൾക്ക് ഡേ 1 തുടങ്ങാം. ഡേ 1 തുടങ്ങി നമ്മൾ ഓരോ ദിവസവും സിലബസിലുള്ള കാര്യം കൃത്യമായിട്ട് പഠിക്കും. അന്ന് ഈവനിങ് അതിന്റെ എക്സാം നടക്കും. ഓക്കെ, അപ്പം ഡേ 1 നിങ്ങൾ ഇന്ന് ജോയിൻ ചെയ്ത ആളാണ്, നിങ്ങൾ ഇന്ന് ക്ലാസ്സിൽ ജോയിൻ ചെയ്തു, ഡേ 1 നിങ്ങൾ ഇന്ന് തന്നെ പഠിച്ചു ചേർത്തു, നിങ്ങൾക്ക് ഇന്ന് തന്നെ ഈവനിങ് ആ ഡേ 1 എക്സാം എഴുതാം. മാക്സിമം ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ്, മാക്സിമം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഓരോ പരീക്ഷകളും നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി ഫോളോ ചെയ്ത് പോകാൻ പറ്റും. അപ്പം നിങ്ങൾ ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4 എന്ന രീതിയിൽ 50 ദിവസം കൃത്യമായിട്ട് ഇതിന് പുറകിൽ ഇരുന്നാൽ ഉറപ്പ് പറയാം, നിങ്ങൾക്ക് ഒരു നല്ല സ്കോറിലെത്തി, നിങ്ങൾക്ക് ഒരു നല്ല റാങ്കിലെത്തി 2026 തന്നെ നിങ്ങൾ കണ്ട ആ ഒരു പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന സ്വപ്നം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ കഴിയും. ഓക്കെ, ഡേ 5 മൊഡ്യൂൾ 3 ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഫസ്റ്റ് എയ്ഡ്. ഓക്കെ, ഡേ 6 മൊഡ്യൂൾ 4 നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്, ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ. ഡേ 7 മൊഡ്യൂൾ 4 യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ, ഇമ്മ്യൂണോഗ്ലോബുലിൻസ്, നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ. ഡേ 8 മൊഡ്യൂൾ 4 തന്നെയാണ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസസ്, വാക്സിൻ സ്റ്റോറേജ്. ഡേ 9 മൊഡ്യൂൾ 4 ആണ് കൺസെപ്റ്റ് ഓഫ് ഡിസീസ് കൺട്രോൾ. ഓക്കെ, അതുപോലെ മൊഡ്യൂൾ 6 എൻവയോൺമെന്റൽ സാനിറ്റേഷൻ പാർട്ട് 1 പാർട്ട് 2 പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ
ഒരു മൊഡ്യൂള് ഡേ 4 കൊണ്ട് മൊഡ്യൂൾ 1 തീർത്തു. അതിനുശേഷം മൊഡ്യൂൾ 3ലേക്ക് വന്നു ഡേ 5. അതുപോലെ തന്നെ ഡേ 6ലും 7ലും 8ലും 9ലും കൊണ്ട് നമ്മൾ മൊഡ്യൂൾ 4 കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഡേ 10 മൊഡ്യൂൾ 5 ആണ് മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്, ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഹെൽത്ത്. അതുപോലെ മൊഡ്യൂൾ 6 അന്ന് ഡേ 10ലും മൊഡ്യൂൾ 6ന്റെ ഒരു പാർട്ട് ഉണ്ട്, എൻവയോൺമെന്റൽ സാനിറ്റേഷൻ 3ഉം 4, പാർട്ട് 3 and 4 എൻവയോൺമെന്റ് ആൻഡ് ഹെൽത്ത്. ഓക്കെ, ഡേ 11 എന്താ വന്നേക്കുന്നേ? മൊഡ്യൂൾ 6 ഒക്കുപേഷണൽ ഹെൽത്ത്, എക്സ്ക്രട്ട ഡിസ്പോസൽ. ഡേ 12 മൊഡ്യൂൾ 6 സീവേജ്, ആർത്രോപോഡ്സ്. ഡേ 13 മൊഡ്യൂൾ 6 വാട്ടർ പൊല്യൂഷൻ, മോസ്കിറ്റോ. ഡേ 14 മൊഡ്യൂൾ 6 എയർ പൊല്യൂഷൻ, സർവൈലൻസ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ എന്നിവയാണ് നമ്മൾ മൊഡ്യൂൾ 6ന്റെ ആണ് ഡേ 40 പഠിക്കുന്നത്. ഡേ 50 മൊഡ്യൂൾ 7 പ്രിൻസിപ്പൽസ് ആൻഡ് സ്റ്റേജസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, മെത്തേഡ്സ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്നിവയാണ് ഡേ 50. ഡേ 60 മൊഡ്യൂൾ 7 കമ്മ്യൂണിക്കേഷൻ, ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ. ഡേ 17 മൊഡ്യൂൾ 7 എഫക്റ്റീവ് കമ്മ്യൂണിറ്റി പാർട്ണർഷിപ്പ്, കൗൺസിലിംഗ് സ്കിൽസ്. ഡേ 18 മൊഡ്യൂൾ 8 ഫണ്ടമെന്റൽസ് ഓഫ് മാനേജ്മെന്റ്. ഡേ 19 മൊഡ്യൂൾ 8 തന്നെയാണ് ലീഡർഷിപ്പ്, പബ്ലിക് ഹെൽത്ത് ആക്ട്. അതുപോലെ തന്നെ ഡേ 20 മൊഡ്യൂൾ 8 മീറ്റ് പ്രോഡക്ട്സ് ഓർഡർ, പഞ്ചായത്ത് രാജ് ആക്ട്. മൊഡ്യൂൾ 10 ഡേ 21 മൊഡ്യൂൾ 10 നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. ഡേ 22 മൊഡ്യൂൾ 10 ക്യാൻസർ. ഡേ 23 മൊഡ്യൂൾ 9 കമ്മ്യൂണിറ്റി ഹെൽത്ത് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. ഡേ 24 മൊഡ്യൂൾ 9 കമ്മ്യൂണിറ്റി ഹെൽത്ത് പാർട്ട് 4, 5. ഡേ 25 മൊഡ്യൂൾ 9 സോഷ്യോളജി പാർട്ട് 1, 2, 3, 4 എന്നിവയാണ് പഠിക്കേണ്ടത്. ഡേ 25 മൊഡ്യൂൾ 9 സോഷ്യോളജിയുടെ പാർട്ട് 5, 6, 7, 8, അതായത് 25ന്റെ തുടർച്ചയാണ് ബാക്കി വരുന്ന ദിവസം, 26ാമത്തെ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ മൊഡ്യൂൾ ഡേ 26 മൊഡ്യൂൾ 2 ബേസിക് പ്രിൻസിപ്പിൾസ് ആണ്. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് കുക്കിംഗ്, ഫുഡ് പ്രിസർവേഷൻ ആൻഡ് ഹൈജീൻ. ഡേ 27 മൊഡ്യൂൾ 2 മോഡിഫൈഡ് ഡയറ്റ്, ബേസിക് ഫാർമക്കോളജി 1, 2 പാർട്ടുകൾ. ഡേ 28 മൊഡ്യൂൾ 2 ന്യൂട്രീഷൻ. ഡേ 29 മൊഡ്യൂൾ 2 ന്യൂട്രീഷൻ. ഡേ 30 മൊഡ്യൂൾ 2 ന്യൂട്രീഷൻ. ഡേ 31 മൊഡ്യൂൾ 9 സൈക്കോളജി സൈക്കോളജിയാണ്. സൈക്കോളജിയുടെ ഓരോ ടേംസും സ്റ്റാർട്ട് ചെയ്യാണ്. മൊഡ്യൂൾ 9 സൈക്കോളജിയാണ്. ഡേ 32 മൊഡ്യൂൾ 9 സൈക്കോളജി തന്നെയാണ്. ഡേ 33 മൊഡ്യൂൾ 9 സൈക്കോളജി. മൊഡ്യൂൾ 9 ഡേ 34ലും 35ലും സൈക്കോളജി, 36ലും സൈക്കോളജിയാണ്. 37, 38, 39, 40 വരെയും മൊഡ്യൂൾ 9 സൈക്കോളജിയാണ് നമ്മൾ പഠിക്കുന്നത്. അതിന്റെ എല്ലാ A to Z കാര്യങ്ങൾ പഠിക്കും. അന്ന് ആ പഠിച്ചതിന് ശേഷം അന്ന് ഈവനിങ് അതിന്റെ പരീക്ഷ എഴുതുന്ന രീതിയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കുറിച്ച് വെക്കാം. നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് ലൈവ് സെക്ഷൻസ് ഉണ്ടാവും. ആ ലൈവ് സെക്ഷനിലോ കോഴ്സ് മെൻറ്ററോടോ ചോദിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ ഡേ 40 മൊഡ്യൂൾ 9 സൈക്കോളജി തന്നെയാണ്. മൊഡ്യൂൾ 41 ഡേ 41ലും മൊഡ്യൂൾ 4 കമ്മ്യൂണിക്കബിൾ ഡിസീസസ് 1, 2, 3 പാർട്ടുകളാണ്. ഡേ 42 മൊഡ്യൂൾ 4 കമ്മ്യൂണിക്കബിൾ ഡിസീസസ് 4, 5, 6 പാർട്ടുകൾ. ഡേ 43 മൊഡ്യൂൾ 4 കമ്മ്യൂണിക്കബിൾ ഡിസീസസ് 7, 8, 9 പാർട്ടുകളാണ്. ഡേ 44 മുതൽ നമ്മൾ റിവിഷൻ തുടങ്ങുവാണ്. മൊഡ്യൂൾ വൈസ് റിവിഷൻ ആണ്. 43 ദിവസം കൊണ്ട് നമ്മൾ സിലബസ് കവർ ചെയ്യും. 43 ദിവസം കൊണ്ട് സിലബസ് കവർ ചെയ്തിട്ട് 44ാം തീയതി മുതൽ 44ാമത്തെ ദിവസം മുതൽ നമ്മൾ റിവിഷൻസ് തുടങ്ങും ഓരോ മൊഡ്യൂളിന്റെയും. അപ്പൊ ഡേ 44 റിവിഷൻ ഓഫ് മൊഡ്യൂൾ 1, 2. അപ്പൊ ഈ 2 മൊഡ്യൂളിന്റെയും മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അന്ന് ഈവനിങ് എക്സാം ഉണ്ടാവും, 1ന്റെയും 2ന്റെയും. ഓക്കെ, ഡേ 45 3ന്റെയും 4ന്റെയും റിവിഷൻ ആണ്. മൊഡ്യൂൾ 3, 4 അന്നും അതിന്റെ എക്സാം ഉണ്ടാവും. റിവിഷൻസിന്റെ അന്നും എക്സാമുകൾ ഉണ്ട്. ഓക്കെ, ഡേ 46, ഡേ 47, ഡേ 48 വരെ എന്താണ് ഈ 10 മൊഡ്യൂളിന്റെ റിവിഷൻ ആണ്. ഈ 5 ദിവസം കൊണ്ട് 44 മുതൽ ഡേ 44 മുതൽ ഡേ 48 വരെ 5 ദിവസം നമുക്ക് 10 മൊഡ്യൂൾ 5 × 2 മൊഡ്യൂൾ വെച്ച് റിവിഷൻ ആണ്. ഓക്കെ, പിന്നെ ഡേ 49 മോഡൽ എക്സാമുകൾ ആരംഭിക്കുകയാണ്. മോഡൽ എക്സാം 1 ഡേ 50, ഡേ 50 മോഡൽ എക്സാം 2. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ സിലബസ് ഫുള്ള് നമ്മൾ കവർ ചെയ്യുവാണ്. കവർ ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ സ്റ്റഡി പ്ലാൻ പ്രകാരം പഠിച്ച് നമ്മൾ ആദ്യ റാങ്കുകളിൽ എത്തും. ഓക്കെ, അപ്പോ മാസ്റ്റർ കെ അക്കാഡമിയുടെ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിന്റെ ഫീസ് ഏറ്റവും ചെറിയ ഫീസാണ്. ഞങ്ങളൊരു അധ്യാപക കൂട്ടായ്മ ആയതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ ഫീസിലാണ്. ഏറ്റവും ചെറിയ ഫീസിൽ ഉന്നത നിലവാരത്തിലുള്ള പരിശീലനം യാഥാർത്ഥ്യമാക്കിയ
അക്കാദമിയാണ് മാസ്റ്റർ കീ അക്കാദമി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. കോഴ്സിന്റെ ഫീസ് അപ് ടു എക്സാം വരെയുള്ള ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഈ ഒരു കോഴ്സിന്റെ ഫീസ് വെറും 2499 രൂപ മാത്രമേ ഉള്ളൂ. 2499 രൂപ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഏറ്റവും ചെറിയ ഫീസാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു അഫോർഡബിൾ ഫീസിൽ ഉന്നത നിലവാരമുള്ള പരിശീലനം തരും. നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കുക, നിങ്ങൾക്ക് ജോലി വാങ്ങിത്തരിക, നിങ്ങളെ അങ്ങേയറ്റം ഈ ഒരു പരിശീലനം കൊണ്ട് നിങ്ങൾ റാങ്ക് ലിസ്റ്റിലെ ഏറ്റവും മുന്നിലെത്താൻ വേണ്ടി ഏത് മാർഗവും നിങ്ങൾക്ക് മനുഷ്യ സഹജമായ എന്നൊക്കെ പറയുന്ന പോലെ ഏത് മാർഗവും നിങ്ങൾക്ക് വേണ്ടി അവലംബിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഓക്കെ, മാസ്റ്റർ കീ അക്കാദമിയുടെ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടുന്ന് ആപ്പ് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാം, കോഴ്സ് പർച്ചേസ് ചെയ്ത് പഠനം ആരംഭിക്കാം. നമുക്കൊരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാവും, ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ടാവും. കോഴ്സ് മെന്ററുമായിട്ട് നിങ്ങൾക്ക് ഏത് സമയത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള ഫ്യൂച്ചേഴ്സ് ഒക്കെ നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. റിസൾട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വർഷം ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മടിച്ചൊട്ടും നിൽക്കണ്ട. നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഒട്ടും മടിച്ചു നിൽക്കണ്ട. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തു, നിങ്ങൾക്ക് ഉറപ്പാണ് വിജയം. നമ്മൾ ഏത് ഒരു സ്റ്റെപ്പ് വെക്കുന്നതിന് മുമ്പും ഒരു ആലോചിച്ചൊരു ശരിയായ സ്റ്റെപ്പ് വെച്ചേ. ആ ശരിയായ സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു 50% വിജയത്തിൽ എത്തി എന്നുള്ളതാണ് അതിന്റെ ഒരു സൂചന. അതിന്റെ ഒരു രീതി അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുമ്പോ, നമ്മളൊരു പഠന ഇടം കണ്ടെത്തുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചു വേണം അത് കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ് അതാവണം. ആദ്യത്തെ സ്റ്റെപ്പ് വളരെ ഗംഭീരമായിരിക്കും. അപ്പൊ അതുകൊണ്ട് മാസ്റ്റർ കീ അക്കാദമിയുടെ ഈ ഒരു തീവ്ര പരിശീലന കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് പഠനം ആരംഭിക്കാം. ഞങ്ങളൊക്കെ ഈ ഒരു കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യുന്നവരെല്ലാവരും ഞങ്ങളുടെ പ്രതീക്ഷകളാണ്. ഈ പ്രതീക്ഷ നിലനിർത്തിയാണ് ഞങ്ങൾ നിങ്ങളെ അവസാനം വരെ പരിശീലിപ്പിക്കുന്നത്. ഒന്നാം റാങ്കിനപ്പുറത്തേക്ക്, ആദ്യത്തെ റാങ്കുകൾക്ക് അപ്പുറത്തേക്ക് നമുക്കൊരു നോട്ടമില്ല. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് ജോയിൻ ചെയ്തു. നമുക്ക് ഒരുമിച്ച് പഠിച്ച് മുന്നേറി നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ആദ്യം എത്താം. ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ഓക്കെ, താങ്ക് യു.